എടാ നമ്മുടെ പുളിക്കല സിവിയുടെ ഇരി വെട്ടി ഒരുത്തിനുണ്ടായിരുന്നു. അവൻ ഇതുപോലെ ഏതാണ്ട് കിടുപിടി പരിപാടി കാണിച്ചിട്ട് ഇന്നാള് മങ്കു എന്നൊരു പാമ്പിനെ പിടിച്ചായിരുന്നു. എന്നാ അവനെ ഇങ്ങോട്ട് വിളിക്കാം, കാര്യം നടക്കട്ടെ. അവന്റെ നമ്പറാണ് എന്റെ കയ്യിലുണ്ട്. എന്നാ സാർ സംസാരിക്കാം. ഹലോ. സൈഡ് തരണേ. ആരെന്നെ വിളിച്ചത്? ഞാനാണ്. ഞാനാ. ആരാ ആദ്യം പാമ്പിനെ കണ്ടത്? നമ്മളാണോ? ഓക്കെ. കണ്ട പാമ്പ് ഇതിലേതെങ്കിലും ആണെങ്കിൽ എന്നോടൊന്ന് പറയണം. ഒറ്റ മിനിറ്റ്. ബേബി, ഞാൻ റെസ്ക്യൂലാണ്, തിരിച്ചു വിളിക്കാം. ലവ് യു. കണ്ട പാമ്പ് ഇതിലേതെങ്കിലും ആണോ ഒന്ന് നോക്കി. ഇതാണോ? ചുരുട്ടമണ്ഡലി അല്ല, വെള്ളിക്കെട്ട്, ഇത് ചേനത്തണ്ട്. ഇതാണോ? ഇതാണോ നോക്കി. അതിന് പാപ്പം കണ്ടു. ഞാൻ കണ്ടില്ല. അല്ല, ഒന്ന് ശരിക്കും നോക്കി. ഇതാണോ? ഇതോ? അയ്യോ, സേവ് ദ ഡേറ്റ് ഫോട്ടോ. മുഴുമുക്കം കുഴിമണ്ഡലിയല്ല. ഇതാണോ സാധനം? ഏകദേശം ഇതുപോലെ ഇരിക്കും. ഓ മൈ ഗോഡ്, എന്നാ പറ്റി? അപ്പൊ എന്റെ ഊഹം ശരിയായിരുന്നു. ആഫ്രിക്കയിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേക ഇനം പാമ്പ്, ഗബൂൺ വൈപ്പർ അഥവാ ബെറ്റിസ് ഗബൂണിക്ക. പക്ഷെ അത് ആഫ്രിക്കൻ തെള്ളിത്തോട് വരെ എങ്ങനെ വന്നു? എനിവേസ്, എന്റെ ടൂൾസ് ഒന്ന് സെറ്റാക്കാൻ എനിക്ക് കുറച്ച് ടൈം വേണം. അത് ചവിട്ടല്ലേ. ഞാനോടെ 10ാം ക്ലാസ് പഠിപ്പിച്ചിട്ടുള്ള. അത് മലയാളമല്ലേ, അതിപ്പോ ആരെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? മടങ്ങല്ലേ ഒരടി. 10 എന്നാ വേണ്ട? 11 12 മതി മതി. 13. എന്നാ കയ്യാണോ? അതെ, നമ്മുടെ ഗോപിച്ചാന്റെ വീട്ടിൽ പാമ്പ് കയറി. മെമ്പർ കേട്ടില്ലേ? ഞാൻ അറിഞ്ഞായിരുന്നടാ, ആ ഫിലിപ്പ് സാർ വിളിച്ചായിരുന്നു. ചീട്ട് വലിക്കും. ഞാൻ അങ്ങോട്ട് പോവാ, നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ? പാമ്പല്ലേ, പള്ളിപ്പെരുന്നാളൊന്നും അല്ലല്ലോ, അങ്ങോട്ട് ഓടിച്ചല്ല. ഇത്രയും നേരം കളിച്ചിട്ട് ഒരു കയ്യടിക്കാറായി ഇരിക്കുക. അന്നേരം അതല്ലെന്നേ, ഇതൊരു പ്രത്യേക ഇനത്തിൽപ്പെട്ട പാമ്പാ. നമ്മുടെ സ്റ്റെവനോയി പറഞ്ഞാ ചിലപ്പോ ചാലുകാരൊക്കെ വരുമായിരിക്കും. നീ വിട്ടോ, ഞങ്ങൾ വരുന്നില്ല. ഓ അതെ അതെ, വിട്ടോ വിട്ടോ. അതെന്നാ മെമ്പറെ? ഞാൻ വിട്ടു. ഞാനും ഫാസ്റ്റ് പോലും ഇല്ലെന്ന്. എന്നാ പന്ന കയ്യാ. അപ്പൊ അടിക്കാറായിരിക്കുവാന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ല, അങ്ങനെ ഞാൻ പലതും പറയും, അതെല്ലാം ഇയാളങ്ങ് വിശ്വസിക്കുവോ? ഓ ഒരു തവണ പറ്റി, ഇനി പറ്റിയല്ലോ. വളരെ അവന്റെ ഒരു ചീട്ടുകളി. നിന്നിടത്തും അറിയാൻ ഇവനെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. നിങ്ങൾ കളിക്കാൻ വളരെ ഫാസ്റ്റ്. എന്നാളയാ ലാലു, ഇനി നീ ഒന്നും മറച്ചു വെക്കണ്ട. അടിക്കഥ ഞാൻ അറിഞ്ഞു. അറിഞ്ഞോ? നന്നായി. ഞാൻ പണ്ടേ പറഞ്ഞ അളിയനോട് പറയാം. അന്നേരം ഈ മമ്മിയും ജീനയും കൂടെ. സാരമില്ല. പക്ഷെ ആ സംഭവം എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. എൻ്റെ ശരീരത്തിന് പിന്നെ അടിമൊത്തം എനിക്ക് കിട്ടല്ലേ കിട്ടിയത്. ഓ, അപ്പൊ അളിയൻ മുഴുവൻ കഥ കേട്ടില്ലല്ലേ? എൻ്റെ പൊന്നളിയാ, പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. അളി എനിക്ക് ക്രഷ് ഉണ്ടെന്ന് ഒബ്സർവ് ചെയ്തതിനോട് ചാ പെങ്കൊച്ചുണ്ടല്ലോ, അവളും ഞാനും തമ്മിൽ 8ാം ക്ലാസ് മുതൽ മുടിഞ്ഞ പ്രേമമാണ്. അവൾ എന്നെ കെട്ടത്തുള്ളൂ എന്നും പറഞ്ഞ് ഒറ്റക്കാലം നിപ്പ് തുടങ്ങിയിട്ട് കാലം കുറേ. ഇതിനിടയ്ക്ക് അവൾക്ക് എല്ലാം കൊണ്ടും ഒത്തു വന്നൊരു കല്യാണാലോചന എൻ്റെ പേരും പറഞ്ഞ് അവളങ്ങ് മുടക്കി. അതിൻ്റെ കലി തീർക്കാനാണ് അവിടെ അപ്പം ഇവിടെ വന്ന് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്.
ഇച്ചിരി നാളത്തേക്കാണെങ്കിൽ ഞാൻ പൊടനായി പോയല്ലോടാ. അതെ അല്ല ഓക്കേ, കല്ല് വല്ലി നടന്നേക്കാൻ നടന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മുറിഞ്ഞു പോയ ഈ സ്നേഹത്തിന്റെ കണ്ണികൾ കൂട്ടി അണക്കാതെ എന്നിലെ മനുഷ്യ സ്നേഹിക്കുന്ന വിശ്രമമില്ല. മനുഷ്യ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുക, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. അളിയെ നോക്കിക്കോളിയാ, ഈ വഴക്കൊക്കെ പുല്ല് പോലെ തീർത്ത് ഇവിടെ ഞാനൊരു പർദീസയാക്കി മാറ്റി. അളിയന്റെ ഔവയെ പിടിച്ച് കയ്യിലോട്ട് തരും. ചെന്നുകൊണ്ടിരാൻ പറഞ്ഞ കൊന്നുകൊണ്ടിരുന്നവനാണ് ആ കൊമ്പനാല പിന്നി. നീ കണ്ടോടാ അളിയ, കാണിച്ചു തരടാ. എന്തുവാടി ഇത്? കൊള്ളാം. ഓക്കെ, റെഡി. അപ്പൊ ഞാനിപ്പോ വീടിന്റെ അകത്തേക്ക് കയറാൻ പോവാണേ. അതിനു മുന്നേ നിങ്ങൾ ഈ വീട്ടിലുള്ള ലൈറ്റ് എല്ലാം ഒന്ന് ഓണാക്കി തരണം. ചുറ്റിനുള്ളതാണോ? പറ്റാവുന്ന എല്ലാ ലൈറ്റും ഒന്നുമില്ല. പെട്ടെന്ന് ചെല്ല്. എന്നാ പ്രശ്നം? അടിപൊളി. ഓ, വീടിനകത്തൊരു പാമ്പ് കയറി. എല്ലാവരും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, ഈ പൈപ്പ് ആൻഡ് പാരാക്കോഡ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിപ്പോ ഈ പാമ്പിനെ പിടിക്കാൻ പോകുന്നത്. ഈ കുരുക്ക് ഇങ്ങനെ പതുക്കെ ടൈറ്റ് ആക്കി നൈസായിട്ട് ഇതിനകത്തോട്ട് പാമ്പിനെ പിടിച്ച് സേഫ് ആയിട്ട് ഈ ചാക്കിലേക്ക് ഇട്ട്, എന്നിട്ട് ചാക്ക് വേണം. ഒരു ചാക്കൂടെ. എന്നാടാ വന്നേ? എന്നാത്തിന് വിട്ട് വിട്ട് പോനെ, സൂക്ഷിച്ചു പോണേ. വണ്ടി വല്ലതും തിരിച്ചിടണോ ഞാൻ? നിങ്ങൾ എല്ലാരും കൂടെ ഓട്ടാ. എന്നെ നോക്കണേ. നീങ്ങ വന്നേ. എന്നാന്നു? ആരിലും കാണും. അവനെ ആരെയാണ്? എന്നിട്ട് പൊക്കോന്നു. അയ്യോ, ഞാനോ പോയി? അല്ല അല്ല, കേറി പോണാത്ത. കടി കെട്ടിയളിയാ. എങ്ങനെ? കരളുമായി മൊത്തം ഇരുട്ടായി പോയില്ലേ? പുള്ളി പാമ്പിനെ കണ്ടില്ല, പക്ഷെ പാമ്പ് പുള്ളിയെ കണ്ടു. മുജീബ് നേരെ മെഡിക്കൽ കോളേജ് പിടിച്ചു. മെമ്പർ വരുന്നില്ലേ? അപ്പം ഇവിടുത്തെ ബാക്കി കാര്യം ആര് നോക്കും? അല്ല മെമ്പർ ആരെങ്കിലും കൂടെ കയറുന്നേ. ഗോപിച്ചോ, ഇങ്ങ് വന്നേ. എന്നെ അതെ, വണ്ടിക്ക് ഡീസൽ അടിക്കാനും വഴിച്ചെലവിനും ആശുപത്രിയിലെ കാര്യത്തിനും ഒക്കെ കൂടെ കുറച്ച് കാശ് വേണം. കാശോ? കാശ് ഇപ്പൊ എന്നാ ഉണ്ട് കയ്യില്? എല്ലാം കൂടെ തപ്പി പറിക്കാൻ 10-2000 വല്ല കാണും. അല്ല ഇവിടെ അതുകൊണ്ടൊന്നും ആകത്തില്ല. ഞാനിത് ഇവിടുന്നുണ്ടാക്കാൻ ഒരു മനുഷ്യജീവ വെച്ച് കളിക്കല്ലേ? ആ മനുഷ്യൻ? അയ്യോ,
6000 ഉണ്ട്. ഓ അല്ല അത് ഇത് മതി ഇത് മതി. നമ്മളൊക്കെ ഒറ്റം വിറ്റുമല്ലോ ചേട്ടാ. ആണോ? ഇനി എന്നാത്തിനാണ് ഞങ്ങൾക്ക് കൂടെ ഉണ്ട് കേട്ടോ. എടാ ജോഷിയെ, മൊത്തം 4 ഉണ്ട്. എന്റെ കയ്യിൽ ഇപ്പൊ ഇത്രയേ ഉള്ളൂ വഴി ചെലവിന് തരാൻ. വീടിന്റെ ലോൺ അടയ്ക്കാൻ വെച്ചിരുന്ന കാശാ. എന്നാ, വിട്ടോടാ, നിങ്ങൾ വിട്ടോ.